ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ടൂറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇന്നത്തോടെ എല്ലാ വീഡിയോസും ടൂറിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വോയിസ് കൊടുക്കുന്ന പെരുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വന്നു പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവിടുന്ന് നേരെ നമ്മൾ ലുലു മാളിലേക്ക് വരുന്നതെന്ന്. അങ്ങനെ ലുലു മാളിലെല്ലാം പോയിട്ടില്ലേ, റൈഡും കാര്യങ്ങളും ഗെയിമും അതെല്ലാം പിള്ളേരെല്ലാം ഗെയിമെല്ലാം നോക്കിയിട്ട് കളിക്കുകയും ഇതാക്കുന്നെല്ലാം ഉണ്ട്. അതെല്ലാം ഫുൾ ഗെയിമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. എന്നിട്ട് അവിടെ പിറ്റെന്ന് പറയുമോ, അവിടെ ഇങ്ങനെ കാർഡ് ഇതാക്കുന്നല്ലേ, ആ കാർഡ് എടുത്തിട്ടില്ലേ, ഒരു കാർഡ് കൊണ്ടുപോയിട്ട് ഫുള്ള് ഗെയിമല്ലേ. അപ്പോൾ 3-4 ആളിയാ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടില്ലേ, നമ്മൾ പിള്ളമാർ ഒരു ഭാഗത്ത് ആ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് ഫുഡിട്ടതിന് ശേഷം നമ്മൾ നല്ല വാങ്ങൽ ഇപ്പുറത്തെല്ലാം പോയി ഫുഡ് അടിക്കാനും ഫുഡെല്ലാം ഒന്ന് ടേസ്റ്റ് ആക്കാനും ടേസ്റ്റ് നോക്കാനും വെറൈറ്റി ആയിട്ട് നമ്മൾ കഴിച്ചത് തന്നെയല്ല, കാണാത്തത് കഴിക്കാത്തത് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് ഇങ്ങനെ തപ്പിക്കോണ്ടുണ്ടായി. എന്നിട്ട് കുറേ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഗെയിമിൻ്റെ ഉള്ള തന്നെ ഉണ്ടായിന്. ഓരോരോ ഗെയിംസ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടും കളിച്ചോണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ടേസ്റ്റ് നോക്കല്ലോ. പക്ഷെ അതിന് നേരെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ഫോണും കൊണ്ട് ഓർ പോയിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ അടുത്ത് ഫോൺ ഉണ്ടായിട്ടാ അങ്ങനെ ചെറുതെന്തോന്നും എടുത്തിട്ടുണ്ട്. അതിലിതാ ഒന്ന് മാത്രം ഞാൻ വീഡിയോ എടുത്തിന് എൻ്റെ തന്നെ ഫോണിൽ. അപ്പോൾ എന്താ താഴെ നല്ല ചൂട് ബ്രൗണിയും ഉള്ള ഐസ്ക്രീം എല്ലാം ആയിട്ടില്ല, നല്ല ടേസ്റ്റ്. ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അതിൻ്റെ ഉള്ളത് തന്നെ ബ്രോസ്റ്റഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ കളിയായി, ഗെയിമായി, പുള്ളറ ബാക്കിലായി, അങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും ഇതാക്കി. പക്ഷെ നമ്മ ഒന്നുമില്ല നോക്കിയിട്ടാ, ഞാൻ ആ ഭാഗത്തേക്ക് വിട്ട് ഞാനും വസ്ത്രവും ഇങ്ങോട്ടേക്ക് പോയി അതിനെയും കൊണ്ട്. അങ്ങനെ ടോയ്സും കാര്യങ്ങളും എല്ലാം ആയിട്ടില്ലേ, ഓരോന്നിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടത്. ഏകദേശം ഇല്ലേ ഇവിടെ നമ്മൾ ഒരു 11 മണിയോളം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ മെട്രോയിൽ കയറാൻ എന്നിട്ട് ഇവിടെ ഫുള്ള് സ്പെൻഡ് ആക്കിയിട്ടായിട്ട് മെട്രോൻ്റെ അവിടെ ചോദിക്കുമ്പോഴേക്കില്ലേ അവിടെ 10:30 മണിയാകുമ്പോൾ സ്റ്റോപ്പായിന് മെട്രോ. നമുക്കത് ഒരു മൈൻഡിലേക്ക് കയറിയിട്ടേ ഇല്ല. ലുലു ക്ലോസ് ആക്കുമ്പോൾ എന്തായാലും മെട്രോയും ക്ലോസ് ആക്കുമല്ലോ, അത് ഓർമ്മയുണ്ടായിട്ടാ. ബയ്യോർ പറയുമ്പോൾ ഓർമ്മയത്. അങ്ങനെ മെട്രോയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം എന്തില്ല പക്ഷേ അതാ എല്ലാത്തിലും അടിച്ച് പൊളിച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ രാത്രി എന്നെ വിടാന്നിട്ടില്ലേ കൊടൈക്കനാലിക്ക്, രാത്രി എന്നെ വിടാം. പകല ഭയങ്കര ചൂടും കാര്യങ്ങളല്ലേ, രാത്രി വിട്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ അടുക്കെത്തുമല്ലോ. ആ ഒരു പ്ലാനിങ്ങിൽ തന്നെ രാത്രി എന്നെ വിട്ടതാണ്. അപ്പോൾ അതാ മോളെല്ലാം സോക്സ് എല്ലാം ഇട്ടിട്ട് ഇതിൽ കയറാൻ വേണ്ടിയിട്ടുള്ളെല്ലാം റെഡി ആയിട്ടുണ്ട്. ബെൽട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊടൈക്കനാലിൽ അങ്ങനെ കുറേ സ്ഥലമുണ്ട് നല്ല കാണാൻ. പക്ഷെ നമുക്ക് കുറേ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ 2-3 പരിപാടിയും മംഗലവും അങ്ങനെ എല്ലാം ഉണ്ടായിന്. അപ്പോൾ നാട്ടിലേക്ക് എത്തണമെന്നില്ലേ നമ്മൾ അവിടുന്ന് പിറ്റേ ദിവസം തന്നെ വിട്ടിരുന്ന ഒരു ആണ്ടുണ്ടായി, മംഗലുണ്ടായി, മൈലോതുണ്ടായി, അങ്ങനെ എല്ലാം ഉണ്ടായിന്. അടുത്ത് തന്നെ വിടാൻ കഴിയാതെ അങ്ങനെ വേഗം തിരിച്ചതാണ് ഇങ്ങോട്ടേക്ക്. ലാസ്റ്റ് ലുലു മാൾ വിടോ അടുക്കോളുണ്ടായിരുന്നു, അടുത്തോളുണ്ടായി. പിന്നെ 2-3 ഡിസേർട്ടും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടായിട്ട് അവിടെ മടങ്ങിയതാണ്. ബ്രൗണിയും പിന്നെ ഒരു പീസ് കേക്ക് മറ്റേ അങ്ങനെ എന്തെല്ലാം ഉണ്ടാകുന്നില്ല, നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് അതിൽ നല്ല ഓരോന്നിട്ട് നമ്മൾ ഷെയറാക്കിയിട്ട് കഴിച്ചിട്ട് അവിടെ നേരെ പിന്നെ നമ്മൾ കൊടൈക്കനാലിൽ വിട്ടു. പിന്നെ രാത്രി ഒന്ന് വീഡിയോസ് എടുക്കാനേ കഴിഞ്ഞിട്ട് എല്ലാം ഉറങ്ങിയതാണ് വണ്ടിയിൽ കിടന്നിട്ട്. പിന്നെ ചാർജും ഉണ്ടായിട്ടില്ല, അങ്ങനെ ആയിട്ട്. പിന്നെ ഇത് സ്വബിയാണ് ഏകദേശം ഒരു 4-5 മണി അങ്ങനെ എന്തോ അതിന്. അപ്പം നമ്മൾ കൊച്ചിന്ന് വിടുമ്പോൾ തന്നെ പറയുന്നുണ്ടായിന് രാവിലെ എത്തണം സൺസെറ്റെല്ലാം കാണാൻ. സൺസീന അതല്ലേ അത് കാണാൻ എത്തുന്നെങ്കിൽ രാവിലെ എത്തണം. ഞാൻ അങ്ങനെ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 4-5 മണീൻ്റെ ഉള്ളിൽ അവിടെ എത്തിനറിഞ്ഞാൽ അവിടെ എത്തി നല്ല വളവുണ്ട്. മേലോട്ട് കയറുമ്പോൾ പോലെ എനിക്കിട്ട് കാണോ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോലാന്ന്. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം തുടങ്ങിന്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം വീഡിയോസായി, ഫോട്ടോ എടുക്കലായി, ഇങ്ങനായി നല്ല കോടയും ഇതുമായിട്ടില്ലേ ക്ലൈമറ്റ് ഒരു മാറുന്നല്ലോ അങ്ങോട്ടേക്കെല്ലാം എത്തുമ്പോൾക്ക്. അപ്പോൾ കുറേ മങ്കിയും ഇങ്ങനെ എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള എന്തെല്ലാം ബേക്കറി ഐറ്റം അങ്ങനെല്ലാം ഉണ്ടായി, അതിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷടെല്ലാം ബോർഡ് ഇട്ടിട്ടുണ്ട്, ഒന്നും കൊടുക്കാൻ കഴിയില്ല. എന്നിട്ട് അതിങ്ങനെ നമ്മളെ ബാക്കിൽ തന്നെ വരുമ്പോഴേക്കില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എറിഞ്ഞിട്ട് ഓരോന്ന് കൊടുക്കലാണ്. അങ്ങനെ പോയിട്ട് ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. നല്ല കാടും കുന്നും മലയും അങ്ങനെ തന്നെ റോഡും അങ്ങനെ തന്നെ തണുപ്പും എല്ലാം ആയിട്ട് നല്ലൊരു ചൂട് കാലേ മറന്നു. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴേക്ക് ഞാൻ
അപ്പോൾ നല്ല കയറുമന്നല്ലേ ഒരു വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായി ഇവിടുന്ന്. അപ്പോൾ രാവിലെ തന്നെ നല്ല പൈക്കുന്നുണ്ടായി, രാത്രി അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് തന്നെ കഴിക്കാൻ എന്നിട്ടൊരു പകുതി എന്നിട്ട് ചായ അങ്ങനെ എന്തോ കുടിച്ചിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇതാ നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറേ ആൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു വെക്കേഷൻ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഫുള്ള് വണ്ടിയായിരുന്നു, ബ്ലോക്ക് എന്ന് ചൊല്ലി അങ്ങനത്തെ ബ്ലോക്ക്. അവിടെ എത്താനാകുമ്പോൾക്ക് അങ്ങനെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കയറിയിട്ട് അപ്പോൾ കുറേ ബസ്സും ഇങ്ങോട്ടിൽ തന്നെ അധികം പിന്നെ കൊച്ചിയും പാലക്കാട് അങ്ങനെ ഇങ്ങനെ ആയിട്ട് കുറേ ഫ്രണ്ട്സ് എല്ലാം അതിനെ ഞാൻ കുറേ അവിടെ മുണ്ടിയിട്ട് നമ്മൾ പിന്നെ കണ്ടവരോടെല്ലാം ഇങ്ങനെ മുണ്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് കുറേ പുതിയ ഫ്രണ്ട്സിനെല്ലാം കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഇങ്ങനെ വെള്ളച്ചാട്ടവും അടുത്തതെല്ലാം ഇങ്ങനെ പ്രകൃതിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാനും മാപ്പിള ഇങ്ങനെ ഓരോ കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയതെന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോക്ക് നോക്കിയിട്ട് സ്ലോ മോഷനിലൊന്ന് തിരിഞ്ഞ് നോക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെയല്ലാന്ന്. അപ്പോൾ പിള്ളേർ വണ്ടിയിൽ തന്നെ ഉണ്ട്, മിന്നും തന്നും. അപ്പോൾ ഉറങ്ങുന്നേ ഉണ്ടായി, നമ്മൾ ഫ്രഷായിട്ട് പാലറ്റൂറ് വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഫ്രഷാണ് ഇതാക്കുന്നതെല്ലാം ഉണ്ട്. ആ ടൈമിൽ നമ്മളൊന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, കുറച്ച് അപ്പുറം പോകുമ്പോൾ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് കഴിക്കാമെന്നുള്ള ചെലറ്റില്ലേ. പിന്നെ ഇങ്ങനെ ഉള്ളതാണ്. എന്നിട്ട് പിന്നെ പോയിട്ട് ഏകദേശം അവിടെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭാഗമുണ്ട്. ഒരുപാട് വെറൈറ്റി നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ വെളുത്തുള്ളി ഞാൻ പറയുന്നുണ്ട്, എന്തോ വെളുത്തുള്ളീൻ്റെ സീസണാണെന്ന് തോന്നി. ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളിൻ്റെ കൊല തന്നെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ഇങ്ങോട്ടായിക്കൊണ്ട് ഇങ്ങനെ പിന്നെയും പോലാന്ന്. പിന്നെയും പോകാണ്ട് കുറേ നമ്മൾ ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ അതന്നെ നിശ്ചയ സ്റ്റാർട്ടിങ്. പക്ഷെ പിന്നെയും മുകളിലോട്ട് കുറേ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മണി എന്തോ ഇനിയിപ്പോൾ മുകളിലെത്തുമ്പോഴേക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ ഊട്ടിയിലെല്ലാം ഇങ്ങനെയല്ലേ കാണുന്നത്, അതേ ഒരു ഇത് കുറേ ചെറിയ പൊരയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഉളമാറി ചെന്നുണ്ടാകും. ഇപ്പോൾ ഏതോ ഒരു മലൻ്റെ മുകളിലുള്ളത് അങ്ങനെ എല്ലാം ആയിട്ടായിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായി. അവിടെ ആ ബേസിൻ്റെ അടുത്തെല്ലാം നല്ല കാണാൻ നല്ല ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിട്ടാകുമ്പോൾ എടുക്കുന്നത് വീഡിയോസും ഫോട്ടോസും അങ്ങനെ ഞാനും മാജും മക്കളെല്ലാം വീഡിയോവും ഫോട്ടോ എല്ലാം എടുക്കലാണ്. പിള്ളേർ ഉറക്കച്ചടവെല്ലാം പോയിട്ട് നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് ഹോട്ടലിലേക്ക്. അങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് ഇരുന്നിട്ടാകുമ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുളയിലെല്ലാം വെച്ചിട്ട് പോയിട്ടുണ്ട്. മസാല ദോശ ഒരാൾ ഇഡ്ഡലി, ഒരാൾ വട എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾക്ക് നല്ല ചൂട് സാമ്പാറും ഇഡ്ഡലിയും വട എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നും മിന്നും എപ്പോഴത്തെ പോലെ തന്നെ മസാല ദോശ തന്നെയാണ് ഓർഡർ ആക്കി. അവർക്ക് ഭയങ്കര ഇഷ്ടവും മസാല ദോശ. അപ്പോൾ അസുറുചുണ്ട് മസാല ദോശ ഇന്നലെ കഴിച്ചില്ല, ഇന്ന് വേറെ എന്തെങ്കിലും വേങ്ങുന്നാലും വേണ്ട മസാല ദോശ ആവുന്നിട്ട് അങ്ങനെ മസാല ദോശ തന്നെയാണ് അവർ കഴിച്ചത്. അങ്ങനെ മാജുവും ഞാനും മക്കളും മാപ്പിളയും എല്ലാം സ്ലോ മോഷനിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ചട്നിയും അതിൻ്റെ ചൂട് സാമ്പാറെല്ലാം ആയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഈ ടൂർ വന്നിട്ടാകുമ്പോൾ നമുക്ക് കൈ കയറ്റിയിരുന്നാൽ മതി. അങ്ങനെ വേറെ നിറച്ച് കഴിക്കുക, നല്ല വാങ്ങല ചൂടോടെ ചായയും കുടിക്കുക, എന്നിട്ട് കൈയും കയറ്റി അണിച്ചിട്ട് പോയും കൈ പാത്രം എടുക്കണ്ട, കൗണ്ട ക്ലീൻ ആക്കണ്ട, ഒന്നും പണിയുമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ലാസ്റ്റ് നല്ല ചൂട് ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് പിന്നെയും മുകളിലോട്ട് പോകാനുണ്ട്. പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു വക കണ്ടതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോലാന്ന്. എന്നിട്ട് അവിടെ എത്തിയിട്ടായതിനു ശേഷം ഇല്ലേ ഇത് ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ബോട്ടിങ്ങും പിന്നെ നമുക്ക് വേണ്ടിയ കുറേ ഗെയിംസ് എല്ലാം ഉണ്ട് അവിടെ. 10-20 റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പത്തേൽ മറ്റേ വയനാട് പോയിട്ട് എല്ലാം ഉണ്ടായിന് അതന്നെ. പിന്നെ അതിലൊന്നും നമുക്ക് കയറാൻ നിന്നിട്ടാ. ഈ ബോട്ടിങ് ഇതും കാര്യങ്ങളെല്ലാം ആയിട്ടായതിനു ശേഷം വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയതാണ്. അങ്ങനെതാ ബോട്ടിങ്ങിൽ അവിടെ എല്ലായിടത്തും തിരക്കന്നെ. ഈ വെക്കേഷൻ തന്നെ ആയതുകൊണ്ട് ഫുള്ള് ക്യൂ നിൽക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവമാണെന്ന് സെറ്റായിട്ട് കിട്ടണമെങ്കിൽ പോയരുത്തും വന്നേരത്തും തിരിഞ്ഞെരുത്തില്ല, എനിക്ക് എല്ലായിടത്തും ആൾ ലൈൻ തന്നെയാണ്. എല്ലാ വെക്കേഷനല്ലേ പിള്ളമാർക്കിന് സ്കൂളും കാര്യങ്ങളെല്ലാം തുറക്കാനതിന് മുമ്പ് തന്നെ എല്ലാം വന്നതെന്ന് തോന്നുന്നു. പെരുന്നാവും കാര്യങ്ങളെല്ലാം അല്ലേ കഴിഞ്ഞത്. അങ്ങനെതാ എല്ലാവരും വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും എല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം ഇല്ലേ
ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമൊന്നും എടുക്കാൻ തന്നില്ല. പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് വിട്ടതാണ്. എടുത്ത സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഞാനത്തെ വീഡിയോ കണ്ടിട്ടെല്ലാം ഒരാൾ ചോദിക്കുന്നുണ്ടതിന്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നല്ല ടൂർ പോയ പോലെ ഞമ്മക്ക് തന്നെ ടൂർ പോയ പോലെ ഇന്നലെ ചെല്ലുണ്ടായി. അങ്ങനെ ഞമ്മ കണ്ടത് നിങ്ങൾക്കും കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഫുള്ള് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇല്ലാടെല്ലാം ഫ്രഷല്ലേ ക്യാരറ്റ്, വരുന്ന വൈക്ക് നമ്മൾ ക്യാരറ്റ് നെല്ലിക്ക അങ്ങനത്തെ എല്ലാം മെയിൻറ്റുണ്ടായി. ഓരോന്ന് കുറേ ഒന്നും മെയിൻറ്റാ. ബീട്രൂട്ട് ഇങ്ങനെ അതൊന്നും മെയിൻറ്റാന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ക്യാരറ്റ് നല്ല പച്ചക്ക് തിന്നാൻ നല്ലതാണ്, ഫ്രഷ് ആയതുകൊണ്ട് തന്നെ. പിന്നെ മുല്ലപ്പൂവെല്ലാം ഇങ്ങനെ അവിടെല്ലാം റോഡ് സൈഡ് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് വേണം. എന്നിട്ട് അതെല്ലാം മെയിൻ കൊണ്ട് നമ്മൾ ഇങ്ങനെ ആടിപ്പാടി മെല്ലെ പോലാണ്. തിരക്കും കാര്യങ്ങളൊന്നുമില്ല, മെല്ലെ വരാന്നില്ല. നമ്മൾ മെല്ലെ വന്നതാണ്. അപ്പോൾ ഇവിടെ ആടുന്ന് പൊട്ടിയിട്ടില്ലേ, ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾക്ക് രാത്രി 4 മണിയാന്തോ അതിന് സുബിക്ക് 4 മണിയായി. നമ്മൾ പെരക്കെത്തുമ്പോൾക്ക് അവിടെ കാഴ്ചകളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടും ആടെ വണ്ടി നിർത്തിക്കൊണ്ടും ആടുന്ന് ചായ കുടിച്ചുകൊണ്ടും തട്ടുകടയിൽ നിന്ന് എല്ലാം ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഇല്ലേ, അതെല്ലാം മെങ്ങിക്കൊണ്ടും മെല്ലെ വരില്ലാന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കി ഇതെല്ലാം കാണുമ്പോൾ എന്തോ ഒരു മജ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് വയലോട്ട് കയറി അങ്ങനെ എല്ലാം ഉണ്ടായി ഇടയിൽ. പിന്നെ പിള്ളേരെല്ലാം ഒരു ഉച്ചാകുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ഉറക്കം വെക്കുന്ന പോലെ എല്ലാം ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഫ്രഷ് ക്യാരറ്റ് എല്ലാം കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു മജാന്നില്ല നമുക്ക് നല്ല അല്ലേ. അപ്പോഴെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൂറെല്ലാം ഇടുമ്പില്ലേ, നമ്മളെ മൈൻഡും നല്ലൊരു ഫ്രീ ആണ്. നമുക്കൊരു മനസ്സിലേക്കൊരു സമാധാനമാണ്. കുറേ നമ്മൾ എപ്പോഴും പെണ്ണുങ്ങളായും കാണുങ്ങളായും പണിയെല്ലാം എടുത്തിട്ട് ബെനിറ്റിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇടയിൽ ഇങ്ങനത്തെ ഒരു ടൂറെല്ലാം ഇട്ടിട്ടാകുമ്പില്ലേ മൈൻഡെല്ലാം ഒന്ന് ഫ്രീ ആക്കിയിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മളെ കിച്ചണിലേക്ക് കയറാമല്ല. അങ്ങനെ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി ഓർഡറെല്ലാം എടുക്കാതെ, ഏകദേശം 5-6 ദിവസമായി. പിന്നെ പെരുന്നാളിൻ്റെ നോമ്പിൻ്റെ എല്ലാം ഓർഡറെല്ലാം എടുത്തിട്ട് ഇങ്ങനെ തിരക്കും ക്ഷീണവും കുറേ ഉണ്ടായിന് ഓർഡറെല്ലാം. ആ പെരുന്നാളിൻ്റെ ടൈമിലെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ, അതെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് നിന്നിട്ട് തന്നെയാണ് കുറേ ഒന്ന് റെസ്റ്റ് എടുത്തത്. ഇനി ഇൻഷാ അല്ലാഹ് പോയിട്ട് തുടങ്ങണം ഇതിലോട്ട്. അപ്പോൾ ഇതാ ഒരു ഉച്ച നേരമായിട്ടും ഈ അടുത്തൊരു തണുപ്പൊന്നും പോയിട്ടേ ഇല്ല, നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ ഇറങ്ങിയിട്ടില്ലേ പോയിക്കൊണ്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മേലോട്ടല്ലേ കയറിയത്, ഇപ്പോൾ ഇറങ്ങുമ്പോൾ താലോട്ട് ഇങ്ങനെ ഇറങ്ങലാന്ന്. ആ വരുന്നതിൻ്റെ ഇടയിൽ തന്നെയില്ലേ നമുക്ക് ഫ്രണ്ടിൽ വണ്ടിയെല്ലാം വരുമ്പോൾ ഇങ്ങനെ ഒരേ ബെരുത്താന്ന് വരുന്ന സ്പീഡിൽ. അപ്പം എന്നെ പേടിയാന്ന്. അതിൻ്റെ ഇടയ്ക്ക് 2-3 ആക്സിഡൻറ്റ് കണ്ടിരുന്നു നമുക്ക് വരുമ്പോഴെല്ലാം. അതാ ഒരു വിധമായി കാണുമ്പോഴെല്ലോ ഒന്നും നമ്മളെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തട്ടി 2 വണ്ടിക്ക് വേറെ ലോറിയും ഇതെല്ലാം വരുന്നില്ല. ആ ഒരു ഗ്യാപ്പ് അത്ര തന്നെ ഒരു ഗ്യാപ്പ് ഉള്ളത്. ഇപ്പുറത്തെ ഭയങ്കരത്തിൽ ഒക്കെ ഉണ്ട്, പോകണമെങ്കിൽ പൊടി പോലും കിട്ടില്ല, അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ റോഡ് ചെന്നുകൊണ്ട് മെല്ലെ പോകും. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേടിയല്ലേ. അങ്ങനെ ഓവർ സ്പീഡിലൊന്നുമില്ല, മെല്ലെ തന്നെ 40 തന്നെ വന്നിനത്. എന്നാലും ആ വളവിലെല്ലാം ഇല്ലേ നല്ല പേടിയാന്ന് പറഞ്ഞാൽ പോകുന്ന കാണുമ്പോൾക്ക്. പിന്നെ എപ്പോഴല്ല ടൂറ് പോകുമ്പോൾക്ക് നല്ല ഫുഡിന് പറ്റിയ സ്ഥലമില്ലേ, ഇങ്ങോട്ടാണ് കോഴിക്കോട്, കൊച്ചി, അങ്ങോട്ട് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം അങ്ങോട്ടെല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാകുന്നു, വെറൈറ്റി ഫുഡ് ഉണ്ടാകുന്നു, നല്ല നീറ്റ് നല്ല വൃത്തി ഉണ്ടാകുന്നു. നമുക്ക് ഹോട്ടലിലെല്ലാം കാണുമ്പോൾ തന്നെ ക്ലീനായിട്ട് നീറ്റായിട്ട് വൃത്തി ഉണ്ടെന്നല്ലോ. ഇങ്ങോട്ട് ഈ തമിഴ്നാട് ഈ റൂട്ട് പോകുമ്പോൾ ഇല്ലേ എനിക്ക് ഇഷ്ടമില്ല. ഓരോ ഫുഡും ഓരോ കയ്യും കാലും കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ ഒരു വൃത്തിയില്ലാത്ത മാതിരിയാണ്. അപ്പോൾ ഇങ്ങനെയില്ലേ ഓരോ ഒരു ടേസ്റ്റുള്ള എന്താ പറയുക, ഇഡ്ഡലിയും സാമ്പാറും മസാല ദോശ അങ്ങനത്തെ എല്ലാ ടേസ്റ്റ് ഉണ്ടാകും. ഈ ബാക്കിയുള്ള മീൻ കറി, ബീഫ് കറി, ചിക്കൻ കറി അങ്ങനത്തെ ഒന്നും അവിടുന്ന് നമ്മൾ കഴിച്ചിട്ടില്ല. ആടുന്ന് ഒരു ശരിയാകുന്നില്ല അങ്ങോട്ടൊന്ന് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഇങ്ങനെ വന്നിട്ടില്ലേ ഏടെങ്കിലും മലയാളികളെ ഹോട്ടലുണ്ടാവില്ല, തപ്പിയിട്ട് നമുക്കില്ലേ കർണാടക ബോർഡർ കഴിയുമ്പോഴൊക്കെ ഒരു മലയാളികളെ ഹോട്ടൽ കണ്ട് നല്ലതന്നെ. അപ്പോൾ അപ്പൊക്കെ പിള്ളമാരെല്ലാം നല്ല ഉറക്കത്തിലാണ് അവിടുന്ന് വരുമ്പോൾക്ക്. പിന്നെ ഓരോ നമ്മൾ വിളിക്കാൻ തന്നിട്ടാണ് ഞാനും നമ്മൾ 2 എന്നെ ചോറ് കഴിച്ചതാണ്. നസ്രും ഞാനും സാധാ നാടൻ ചോറും സാമ്പാറും ചോറും പിന്നെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. മീൻ ഫ്രൈ എല്ലാം നമ്മ മാത്രം കഴിച്ച്. പിന്നെ പിള്ളേർ നല്ല ഉറക്കത്തിലുണ്ടായിന്. പിന്നെ വേണ്ട പിള്ളേർ എണിച്ച് പിന്നെ ഉറക്കുന്ന കൊടുക്കാറ്റില്ലേ എല്ലാവരെയും ഉറക്കിയിട്ട് നമ്മൾ 2 പോയിട്ട് കഴിച്ചതാണ്. അതെല്ലാം കഴിച്ചിട്ട് വന്നിട്ടായതിനു ശേഷം വൈകുന്നേരം ഉറങ്ങിയിട്ട് അപ്പോൾ അതാ നമ്മൾ പോകുന്ന റൂട്ടിൽ കുറച്ച് വാട്ടിനെല്ലാം മേയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അതേ ആ ഫാനെല്ലാം നോക്കി എത്ര വലുത് എന്നല്ല നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ എടുത്തതാണ്. കുറേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ വലിയ ഫാന്. പിന്നെ എന്ത് പച്ചിലെന്തോ ചില്ലെന്നില്ലേ
ഗ്യാരൻറ്റിൻ്റെ ഉൽപ്പാദനത്തിന് എന്തോ സംഭവം എന്ന് പറയുന്നുണ്ട് അതിന് ആ ഫാനിന് എന്തോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്ത് കഥയെന്ന്. അങ്ങനെ പോയിട്ട് നമ്മളെ നാടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6 മണി അതിന്. അപ്പോൾ എല്ലാ മക്കളും ഉറങ്ങിയതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് എണിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇനി എന്ത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു. അപ്പോൾ കുറേ സൈല ഷവർമ കഴിച്ചിട്ട് ഒരു പെരുന്നാൾക്ക് മുമ്പ് നോമ്പിനും അങ്ങനെ എന്തോ കഴിച്ചതെന്ന് തോന്നുന്നു. നോമ്പ് പിന്നെ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഷവർമ. അപ്പോൾ എല്ലാവരോട് ചോദിക്കുമ്പോൾ അവർക്കെല്ലാം ഷവർമ ആകുന്നില്ലേ. അങ്ങനെ ഒരിടത്ത് വണ്ടി നിർത്തിയിട്ടില്ലേ, പിന്നെ എല്ലാവരും ഷവർമ കഴിക്കലാന്ന്. ഒരു ഷവർമാവും മെരിൻ്റെയ അങ്ങനെ എന്തോ വേണ്ടിയിട്ട് എല്ലാവരും വണ്ടിയിൽ തന്നെ ഇറങ്ങിയിട്ടൊന്നുമില്ല, വണ്ടിയിൽ നിന്ന് തന്നെ എല്ലാവരും കഴിച്ചതാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ എത്താനാകുമ്പോൾ ഇനി നമ്മളെ ടെൻഷൻ എന്ത്, ഇട്ട ഡ്രസ്സെല്ലാം ഒന്ന് അലക്കലും ക്ലീനാക്കലും വൃത്തിയാക്കലും അത് തന്നെയല്ലേ 2-3 ദിവസമല്ലേ. കുറേ ഉണ്ടായിരുന്നു, ഇട്ടതും മാറ്റിയതും വണ്ടിയിൽ വെച്ചതും എടുത്തതില്ല എനിക്ക്. അങ്ങനെ അതെല്ലാം ഉണ്ട്. അതിൽ എങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പൊരക്കെത്തുമ്പോൾ അതിൻ്റെ എല്ലാം പണിയായിരുന്നു. അങ്ങനെ ഷവർമെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ കുറേ പോയിട്ടായിട്ട് അഡാവിൽ മിൽക്ക് സ്പെഷ്യൽ എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രി 9 മണി 8 മണി 9 മണി എന്തോ അതിന്. അപ്പോൾ രാവിൽ മിൽക്കെല്ലാം കഴിച്ചിട്ട് പോകാമെന്നില്ല നമ്മളെല്ലാവരും ഇറങ്ങിയതാണ്. സംഭവം കളർഫുള്ളിൽ അവിൽ മിൽക്കെല്ലാം കണ്ടെങ്കിലും നമ്മൾ കാസർഗോഡിൻ്റെ അവിൽ മിൽക്കിൻ്റെ കാപ്പാതിയല്ല എന്തുമില്ല. ഒരു മിൽക്ക് മാത്രം സംഭവം. അവിലിട്ടിട്ട് പാലിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് എത്ര തന്നെ. നമ്മളെ കാസർഗോഡിലത്തെ അവിൽ മിൽക്കെല്ലാം മസാല അടിപൊളി ടേസ്റ്റില്ല നമുക്ക്. ഇത് മസമില്ല അങ്ങനത്തെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ടൂർ വീഡിയോ എല്ലാം ഇന്നത്തോടെ കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ തന്നെ കിച്ചൻ്റെ വീഡിയോ ഒന്ന് ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.